സൈലൻസ് ഈസ് എ ട്രൂ ഫ്രണ്ട് ഹു നെവർ ബിട്രേസ്. ഞാൻ ബീന. ഞാൻ ഇന്ന് സൈലൻസ് അച്ചീവ് ചെയ്യാനുള്ള ടെക്നിക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട് 1000 അർത്ഥം ഉൾക്കൊള്ളുന്ന മൗനത്തിന്. ബി സൈലന്റ് ഇൻ ദീസ് 3 സിറ്റുവേഷൻസ്. ഫസ്റ്റ് വൺ, ബി സൈലന്റ് വെൻ യു ആർ ആങ്ക്രി. സെക്കൻഡ് വൺ, be silent when people don't value your words. Third one, be silent when you want to listen people. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് പോലെ the monotony and solitude of a quiet life stimulates the creative mind. അധികം സംസാരിക്കാത്തവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലാണ്. 4 ആൾ കൂടുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുക, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നതായി ആളുകൾ വന്ന് പറയുക, ഇങ്ങനെ പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള കൗശലങ്ങൾ പലരും പ്രയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ മൗനം പാലിക്കുന്നതാണ് നല്ലത്. എനിക്കും ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഒരുപാട് സംസാരിച്ച് പുലിവാൽ പിടിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അളന്നു തൂക്കി സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഇതിൽ കുറച്ച് ടെക്നിക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. അവയൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ നിങ്ങളും ഒരു വാഗ്മിയായി മാറും, നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായും മാറും. ദ സയൻസ് ഓഫ് സൈലൻസ്. ഏറ്റവും ഇമ്പാക്ട്ഫുള്ളായ സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. വളരെയധികം എഫക്റ്റീവായ ഭരണാധികാരികളെ ശ്രദ്ധിച്ചു. അവർ പറയുന്ന കാര്യങ്ങളിലെ ക്ലാരിറ്റി, ഇമോഷണൽ രീതികളും ഇൻറ്റൻഷനും വെച്ച് ആളുകളെ കയ്യിലെടുക്കുകയാണ് ചെയ്യാറ്. അന്ത്യമില്ലാത്ത ബഹളങ്ങളുടെ ലോകത്ത് അർത്ഥത്തോടെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വോയിസ് റേസ് ചെയ്യാതെ ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ സാധിക്കാറുണ്ടോ? ചിലർക്ക് വളരെയധികം സംസാരിക്കാൻ ഇഷ്ടമാണ്. ചിലർ അവർ പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ച് കുറച്ച് വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്ത് നീട്ടി വലിച്ച് സംസാരിക്കാറുണ്ട്. ഇത് ശരിക്കും മറ്റുള്ളവർക്ക് മടുപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പെട്ടെന്ന് സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഗ്യാപ്പില്ലാതെ സംസാരിക്കുന്നതിനേക്കാൾ ഇടയ്ക്കൊന്ന് നിർത്തിവെച്ച് സംസാരിക്കുന്നത് സ്പീക്കറും റിസീവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കൂടുതൽ ഇമ്പാക്ട്ഫുള്ളായി മാറും. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ ചുരുക്കി അടുക്കി വെച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കാറ്. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് വേണ്ടിയാണ്. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ആളുകളുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും എന്തോ ഒരു പവർ ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. മൗനം എന്ന പവർഫുൾ ടൂളാണ്. മറ്റുള്ളവരുടെ വാക്കുകളെയും പെർസ്പെക്റ്റീവിനെയും നമ്മൾ വിലമതിക്കുന്നതായി തോന്നാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഹാവ് ദ മെച്യൂരിറ്റി ടു നോ ദാറ്റ് sometimes silence is more powerful than having the last word. Listening to speak better. The biggest communication problem is we don't listen to understand, we listen to replay. പലരും ഉത്തരം പറയാൻ വേണ്ടി മാത്രമാണ് കേൾക്കുന്നത്, അല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇതാണ് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. എഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ സംസാരിക്കാൻ മാത്രമല്ല, അത് കേൾക്കാൻ കൂടിയാണ്. നല്ല ഒരു നേതാവ്, നല്ല ഒരു ശ്രോതാവ് കൂടി ആകേണ്ടതായിട്ടുണ്ട്. ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അതിനനുസരിച്ച രീതിയിൽ അത് ഉൾക്കൊള്ളാനും അത് മാർഗനിർദ്ദേശം നൽകാനും കഴിയണം. ദ പവർ ഓഫ് സൈലൻസ് ഇൻ ലീഡർഷിപ്പാണ് അടുത്തത്. മഹാത്മാഗാന്ധി വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം പലപ്പോഴും മൗനവ്രതം അനുഷ്ഠിക്കുന്നതായിട്ട് കാണാം. അദ്ദേഹത്തിന്റെ വാക്കുകളേക്കാൾ ശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ മൗനം. ഏറ്റവും പ്രാവീണ്യമുള്ള പല നേതാക്കന്മാരും അവരുടെ ശക്തി പ്രയോഗിച്ചത് ഈ മൗനത്തിലൂടെയാണ്. നേതാക്കൾ നിശബ്ദതയെ തന്ത്രപ്രധാനമായി ഉപയോഗിക്കുമ്പോൾ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. സൈലൻസ് ഈസ് ദ അൾട്ടിമേറ്റ് വെപ്പൺ ഓഫ് പവർ. മാസ്റ്ററിങ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് അടുത്തത്. സംസാരിക്കുമ്പോൾ നമ്മുടെ ടോണ്, നമ്മുടെ ആംഗ്യങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷന്, ഇവയെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുന്നു.
അപ്പൊ സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി ചില മെസ്സേജസ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഐ കോണ്ടാക്ട്. ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഓരോ വ്യക്തിയുടെയും കണ്ണിലേക്ക് നോക്കി സംസാരിക്കുകയാണെങ്കിൽ അവരോട് പേഴ്സണലായി സംസാരിച്ചതുപോലെ തോന്നും. APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി, ആളുകൾക്ക് നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലാതെ ഇരിക്കുമ്പോൾ, ഒരാളുടെ ദേഷ്യം നിങ്ങളോട് പ്രകടിപ്പിക്കുമ്പോൾ, അതുപോലെ പരദൂഷണത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴൊക്കെ നിശബ്ദമായിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. സംടൈംസ് സൈലൻസ് ഓഫൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. സ്പീക്ക് ഓൺലി വെൻ യു ഫീൽ യുവർ വേർഡ്സ് ആർ ബെറ്റർ ദാൻ സൈലൻസ്. മൗനത്തെക്കാൾ ശ്രേഷ്ഠമാണ് വാക്കുകൾ എന്ന് ബോധ്യമാകുമ്പോൾ മാത്രം സംസാരിക്കുക. ദ ക്വയറ്റ് പവർ ഓഫ് ഇൻട്രോവേർട്സ്. ജീവിതത്തിൽ നിശബ്ദതയ്ക്കുള്ള പ്രാധാന്യത്തെ പറ്റി പോയറ്റ് എന്ന സൂസൻ കെയ്നിന്റെ ബുക്കിൽ വിശദമായി പറയുന്നുണ്ട്. ഇതിൽ അന്തർമുഖർക്കുള്ള പ്രാധാന്യത്തെ പറ്റിയും പറയുന്നുണ്ട്. ഇൻട്രോവേർട്സിന് നിരവധി നല്ല ഗുണങ്ങളുണ്ട്. ഇവർ നല്ല ഒബ്സർവേഴ്സ് ആയിരിക്കും. എപ്പോഴും മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ പലപ്പോഴും അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവരറിയാറില്ല. എന്നാൽ ഇൻട്രോവേർട്സ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കും. സൈലന്റ് ആയ ഒരാൾക്ക് ഡിസ്ട്രാക്ഷൻ അയാളുടെ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും. ഇവിടെ പാബ്ലോ പിക്കാസോ പറഞ്ഞതുപോലെ, വിതൗട്ട് ഗ്രേറ്റ് സോളിറ്റ്യൂഡ് നോ സീരിയസ് വർക്ക് ഈസ് പോസിബിൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന കൃത്യമായ ബോധ്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏകാഗ്രതയോടെ ജീവിക്കുമ്പോൾ മാത്രമേ ഉയർന്ന ജീവിത ലക്ഷ്യം പ്രാവർത്തികമാവുകയുള്ളൂ. അടുത്തത് ട്രസ്റ്റ് ആണ്. അധികം സംസാരിക്കാത്തവർക്ക് മറ്റുള്ളവർ നൽകുന്ന നേട്ടമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ആദ്യമായി ഇങ്ങനെയുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെ കൂടുതലായിട്ട് വിശ്വസിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയവർ നല്ല ലിസണേഴ്സ് കൂടിയാണ്. സ്റ്റേ എഹെഡ് ഓഫ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങൾ നിശബ്ദത പാലിച്ചുകൊണ്ട് കൃത്യമായി പ്രവർത്തിച്ചാൽ എത്ര ശക്തനായ എതിരാളിയെയും നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും. സെൽഫ് കൺട്രോൾ ആണ് അടുത്തത്. ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലുതും അത്യാവശ്യവുമായ ഒരു ഗുണമാണ് സെൽഫ് കൺട്രോള്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഇമേജ് തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. എന്നാൽ നമ്മൾ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സെൽഫ് കൺട്രോൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേഴ്സ് പെർസ്പെക്റ്റീവാണ് അടുത്തത്. ലോകത്തിലെ ഒട്ടുമിക്ക സമ്പന്നരെയും ബിസിനസ്സുകാരെയും സഹായിച്ചത് ഈ സൈലൻസ് തന്നെയാണ്. നമ്മൾ എത്രമാത്രം സൈലന്റ് ആയിട്ടിരിക്കുന്നു അത്രമാത്രം നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് ശാന്തത കടന്നു വരും. ലാവോത്സെ പറയുന്നത് പോലെ സൈലൻസ് ഈസ് എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് സ്ട്രെങ്ത്. ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിയാൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉത്തരമാണ് സൈലൻസ്. ഒരു സംഭാഷണം നടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നിശബ്ദരായിരിക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. മൗനം വിദ്വാനുഭൂഷണം എന്നത് ഇതിൽ പ്രസക്തമാണ്. സൈക്കോളജിക്കൽ ലിബറേഷൻ. നിശബ്ദതയ്ക്ക് മാനസികാരോഗ്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരാളുടെ ബ്രെയിൻ എത്രമാത്രം ശാന്തമായിരിക്കുന്നു അത്രമാത്രം അയാളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും വളരെയധികം മെച്ചപ്പെട്ടതാകും. നിറയാത്തത് ശബ്ദമുണ്ടാക്കുകയും നിറഞ്ഞിരിക്കുന്നത് നിശബ്ദമായിരിക്കുകയും ചെയ്യും. മൗനം നമുക്ക് ഒരു മിത്രത്തെ തരില്ലായിരിക്കും, പക്ഷെ ഒരിക്കലും ഒരു ശത്രുവിനെ തരില്ല. സംടൈംസ് നോട്ട് സ്പീക്കിംഗ് ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്പീക്കിംഗ് നെഗറ്റീവ്. ദാറ്റ് ഈസ് വൈ സൈലൻസ് ഈസ് ഗോൾഡൻ. മോശം വാക്കുകൾ പറയുന്നതിനേക്കാൾ ഉത്തമമായത് മൗനമാണ്. അതുകൊണ്ടാണ് മൗനത്തിന് തങ്കത്തിൻ്റെ വിലയുണ്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.